മാർച്ച് 22 എല്ലാ വർഷവും ലോക ജലദിനമായി ആചരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ലോക ജലദിനത്തിൻ്റെ മുദ്രാവാക്യം ജലം സമാധാനത്തിന് എന്നുള്ളതാണ്. ലോകത്താകമാനം ജലം എന്നൊരു വിഷയത്തിൽ സംഘർഷം നടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയൊരു യുദ്ധമുണ്ടായാലത് ജലത്തിന് വേണ്ടിയായിരിക്കും എന്ന് പറയുന്നവരുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന തർക്കങ്ങളും ഒക്കെ ജലത്തിൻ്റെ പേരിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അയൽവാസികൾ തമ്മിലായാലും സംസ്ഥാനങ്ങൾ തമ്മിലായാലും രാജ്യങ്ങൾ തമ്മിലായാലും ഒക്കെ നടക്കുന്ന ജലത്തിൻ്റെ പേരിൽ നടക്കുന്ന തർക്കങ്ങൾ ഇന്ന് സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജോർദാൻ നദിയിലെ വെള്ളം പങ്കിടുന്നത് സംബന്ധിച്ച ഒരു തർക്കമാണ് ഇന്ന് ഇസ്രായേൽ പലസ്തീൻ വംശീയ പ്രശ്നമായി യുദ്ധമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ മാത്രമല്ല, ഇതിനു മുമ്പും വളരെ മുമ്പും മെസൊപ്പൊട്ടേമിയയിൽ വളരെ ജലസമൃദ്ധമായ ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശം പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ചുണ്ടായിട്ടുള്ള ഒരു യുദ്ധം, അത് പിന്നീട് ആ തർക്കം പറഞ്ഞു തീർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് അസമാധാനം വിതറുന്നതിൽ വെള്ളത്തിന് ഒരു പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഇപ്രാവശ്യത്തെ മുദ്രാവാക്യം പ്രസക്തമാകുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ്. നമ്മൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ, വെള്ളത്തിൻ്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ലോക ജലദിനത്തിൽ ഒരു ചിന്താ വിഷയമായി വരുന്നത്. ജലത്തെ വിലമതിക്കുക എന്നുള്ളതായിരുന്നു ഇതിനു മുമ്പ് ഒരു സമയം മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. കാരണം വെള്ളത്തിൻ്റെ ലഭ്യതയിൽ വരുന്ന കുറവ് അത് സംഘർഷത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമായി നാം കാണേണ്ടതുണ്ട്. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ വർഷവും ഈ ഐക്യരാഷ്ട്ര സംഘടന ഇത്തരത്തിലൊരു ദിനം ലോക ജലദിനമായി ആചരിച്ചു വരികയാണ്. ജലവും ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു സമിതിയാണ് ഐക്യരാഷ്ട്ര ജലം, UN വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ലോക ജലദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് UN വാട്ടറാണ്. അതിൻ്റെ കൂടെ സമിതിയിലെ ഒന്നിലധികം അംഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഫുഡ് ആൻഡ് ഓർഗനൈസേഷൻ സംഘടന ഇതിൻ്റെ ഒരു ഭാഗമായി വരുന്നത് അങ്ങനെയാണ്. പല സംഘടനകളും ഇത്തരത്തിലുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു വരുന്നുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ 6ാമതായി പറയുന്നത് ശുദ്ധജലവും ശുചിത്വവും എന്നുള്ളതാണ്. അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകത്താകെ നടക്കുന്നുണ്ടെങ്കിലും അതത്ര ആശാവഹം എന്ന് പറഞ്ഞുകൂടാ. ലോകത്ത് ഏതാണ്ട് 220 കോടി ജനങ്ങൾക്ക് സുരക്ഷിതമായ ജലം ലഭ്യമല്ലെന്ന ബോധ്യം ഉണർത്താനുള്ള ഒരവസരം കൂടിയാണ് ലോക ജലദിനം. ആഗോള ജലപ്രതിസന്ധി എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്. ആ പ്രതിസന്ധിക്ക് കടിഞ്ഞാണിടാനുള്ള പ്രവർത്തനങ്ങൾ എന്തായിരിക്കണം എന്നതാണ് ഈ ലോക ജലദിനത്തിൻ്റെ ചിന്താ വിഷയം. 2030 കൈവരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ ഐക്യരാഷ്ട്രസഭയുടെ എല്ലാവർക്കും ശുദ്ധജലവും ശുചിത്വവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിയെ സഹായിക്കുക എന്നതുകൂടി ഈ ജലദിനത്തിൻ്റെ ഭാഗമായി, ചിന്തയുടെ ഭാഗമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും മുന്നിട്ട് വെച്ചിട്ടുള്ള ഒരു കണക്ക് പറയുന്നത് ലോകത്ത് 3-ൽ ഒരാൾക്ക് സുരക്ഷിതമായിട്ടുള്ള കുടിവെള്ളത്തിനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള റിപ്പോർട്ട് ഇൻഇക്വാലിറ്റീസ് ഇൻ ആക്സസ് ടു വാട്ടർ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ പകുതിയിലേറെ രാജ്യങ്ങളിൽ സാനിറ്റേഷനുള്ള അല്ലെങ്കിൽ ശുചിത്വ പരിപാലനത്തിനുള്ള സുരക്ഷിതമായിട്ടുള്ള സംവിധാനങ്ങൾ ഇല്ല, അല്ലെങ്കിൽ അതിനുള്ള സേവനം കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ്. അതേപോലെ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ 163 ദശലക്ഷം ആൾക്കാർ ഈ ശുദ്ധജലത്തിനുള്ള സംവിധാനം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ വെല്ലുവിളികൾ ഇന്ത്യ പോലുള്ള രാജ്യം നേരിടുകയാണ്.
ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ഈ കണക്ക് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രാജ്യം ഇന്ത്യ ആണ് എന്ന് പറയുന്നുണ്ട്. അത് എ ന്യൂ സ്റ്റഡി ബൈ വാട്ടർ എയ്ഡ് എന്ന് പറയുന്ന എ ഗ്ലോബൽ അഡ്വക്കസി ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് 2018 മാർച്ചിൽ പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ജലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം വേണ്ട അളവിൽ, വേണ്ട ഗുണനിലവാരത്തിൽ, വേണ്ട സ്ഥലത്ത് ഈ ജലം ലഭ്യമാക്കുക എന്നുള്ളതാണ്. പക്ഷെ ജലത്തിൻ്റെ വിതരണത്തിലെ ഒരു അസന്തുലിത അവസ്ഥ കാരണം ഇങ്ങനെയല്ല വെള്ളം ലോകത്ത് കാണുന്നത്. ഏറ്റവും കൂടുതൽ ജലസമ്പത്ത് 97% സമുദ്രങ്ങളിലാണ്. 2.78% എന്ന് പറയുന്നത് മഞ്ഞക്കട്ടയുടെ രൂപത്തിൽ നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലായിട്ടാണ്. ഏതാണ്ട് 0.33% മാത്രമാണ് ശുദ്ധജലമുള്ളത്. അപ്പം ഈ ശുദ്ധജലം ഉപയോഗിച്ച് വേണം സസ്യ ജന്തു ജീവജാലങ്ങളുടെ ജലാവശ്യങ്ങൾ നിറവേറ്റാൻ. അപ്പം ഈ വിഭവങ്ങൾ എത്ര പരിമിതമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നതിൽ ഒരു ഭാഗത്ത് ജലത്തിൻ്റെ ധാരാളിത്തം കാണാൻ കഴിയും. ധാരാളം വെള്ളം അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് ധൂർത്തടിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതേസമയം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രദേശങ്ങളുമുണ്ട്. അതിൽ നമ്മുടെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ദക്ഷിണാഫ്രിക്ക ഒരു ഉദാഹരണമാണ്. ദക്ഷിണാഫ്രിക്കയിൽ കുടിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനുമുള്ള 25 ലിറ്റർ വെള്ളം റേഷനിങ് ആയിട്ടാണ് കൊടുക്കുന്നത്. വളരെയധികം സംഘർഷങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ് കുറേ കാലമായി ദക്ഷിണാഫ്രിക്കയിൽ സംഘർഷമുണ്ട്. ഏതാണ്ട് ഈ ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് ബാംഗ്ലൂരിലും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അല്പം മഴ കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യ പോലുള്ള സ്ഥലത്ത് സ്വാഭാവികമാണ്. പക്ഷേ ജല മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മുടെ വളർന്നു വരുന്ന നഗരങ്ങളിലെ ജലാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നമ്മൾ വളരെ വീഴ്ച വരുത്തുന്നു, അല്ലെങ്കിൽ അത് കഴിയുന്നില്ല, ജലാവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എപ്പോഴും ജലം ജന്മാവകാശം എന്നുള്ളതാണ്. ജലം ജന്മാവകാശമാണ്. അത് സ്വകാര്യവൽക്കരിക്കാനോ കച്ചവടവൽക്കരിക്കാനോ പാടില്ല എന്നുള്ള നമ്മൾ പറയാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഭൂപരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് ജലസുരക്ഷ നമുക്ക് ഉറപ്പാക്കാനുള്ള കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും ജലസുരക്ഷ എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, അത് ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്, അത് സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നത് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ടാണ്, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം കാര്യങ്ങൾ നമുക്ക് ഏതാണ്ട് മൊത്തം വെള്ളത്തിൻ്റെ ഏതാണ്ട് 72% നമ്മൾ കൃഷിക്കായി ഉപയോഗിച്ച് വരുന്നു. നമുക്ക് ഒരു ജീവൻ തുടിക്കുന്ന ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈ ഭൂമി മാത്രമാണ്. അതുകൊണ്ട് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ജലം എന്നുള്ളതും ജീവൻ സംരക്ഷിക്കുന്നതിൽ മറ്റ് ഒട്ടേറെ ഏത് വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിലും നമുക്ക് ജലം ആവശ്യമായിട്ട് വരും. അപ്പോൾ മറ്റത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. കാലാവസ്ഥ, അതേപോലെ നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതി. ഭൂമി വളരെ ശാന്തമായി തോന്നുമെങ്കിലും വളരെ എപ്പോഴും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ഭൂമിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഭൂമിയിലെ വേലിയേറ്റം, വേലിയിറക്കം, ഉഷ്ണജലപ്രവാഹം, ശീതജലപ്രവാഹം, അതുപോലെ അത്യുഷ്ണം, അതിശൈത്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ, കൊടുങ്കാറ്റ്, ഇതുപോലെ പല സംഗതിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ പരിസ്ഥിതി, ഭൂമിയുടെ പരിസ്ഥിതിയും ഭൂമിയുടെ കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധവും നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ എൽനിനോ, ലാനിനോ പോലുള്ള പ്രതിഭാസങ്ങളാണ് ഇപ്പം ചൂട് കൂടുന്നതിന് കാരണമായിട്ട് പറയുന്നത്. ഇപ്പം എൽനിനോ ആണ് ഈ ചൂട് കൂടുന്നതിന്, ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ തന്നെ ഇത്രയും ചൂട് കൂടുന്നതിന് കാരണമായി പറയുന്നത്. അതേപോലെ അത് നമ്മുടെ ശാന്തസമുദ്രത്തിൻ്റെ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അത്യുഷ്ണം എന്ന് പറയുന്നത്. അതേപോലെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്, തെക്കൻ ആന്തോളനം എന്ന് പറയുന്ന പ്രതിഭാസം ഈ ശാന്തസമുദ്രത്തിൻ്റെ ഉഷ്ണമേഖലാ പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ 3 പ്രവർത്തനങ്ങളുടെയും കൂടെ ഫലമായിട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ചൂട്. എന്തായാലും എൽനിനോ പോയി വീണ്ടും ലാനിനോ വരുന്ന സമയത്ത് കേരളത്തിൽ ഈ കാലവർഷ
കാലത്ത് നമുക്ക് ശരാശരി മഴ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ശാസ്ത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നത്. വെള്ളത്തെക്കുറിച്ച് ഒരുപാട് കവിതകളും ഒക്കെ വരാം. മുരുകൻ കാട്ടാക്കടയുടെ ജലമാണ് ജീവൻ, ജീവന്റെ ജീവൻ, ജലമെന്റെ അമ്മയാണ്, അമൃതമാണ് എന്നുള്ള കവിത വളരെ പ്രസക്തമാണ്. അപ്പം നമ്മൾ കാണുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടം ദാഹനീര് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കിണറിന് ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഇത് വളരെ എങ്ങനെയും ഒരു കുടം വെള്ളം ശേഖരിക്കുക എന്നുള്ള ആ ഒരു നെട്ടോട്ടം, വെള്ളത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം വളരെ അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ജെൻഡർ പ്രശ്നം കൂടിയാണ്. കാലാവസ്ഥ മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്ന അഭയാർത്ഥികളായി മാറുന്നതിൽ മഹാഭൂരിപക്ഷവും ഇതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എപ്പോഴാണ് ടാങ്കർ വരുന്നത്, വെള്ളം തരുന്നത്, എത്ര അളവിൽ കിട്ടും എന്നുള്ള കാര്യങ്ങൾക്ക് വന്നാൽ തന്നെയും അതിനുവേണ്ടി വെള്ളം ശേഖരിക്കാനുള്ള മത്സരങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ മൃഗസമ്പത്തിന്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ജനസംഖ്യയുടെ കാര്യം പറയുന്നത് തന്നെ ലോകത്താകെ ഉള്ള ജനസംഖ്യ നമ്മൾ 1-ാം സ്ഥാനത്താണ്. അതുപോലെ മൃഗസമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. പക്ഷെ മൃഗങ്ങൾക്കും ധാരാളം വെള്ളം വേണം. വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ഏതാണ്ട് മരുഭൂമിയിലൊക്കെ സംഭവിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുമൊക്കെ നടക്കുന്നുണ്ട്. മൃഗങ്ങൾക്ക് വെള്ളമില്ലാതെ അവ ചത്തൊടുങ്ങുന്ന ഒരു സാഹചര്യം. പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയുന്നത് ശുദ്ധജലം വളരെ പരിമിതമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. 0.33% മാത്രമാണ് സൂചിപ്പിക്കേണ്ടായി. അപ്പൊ നമ്മുടെ ജലപരിവൃത്തിയിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഒരല്പം വെള്ളം, നമ്മളതിനെ പറയുക ഒരു ഇന്റർസെപ്ഷൻ വഴി നമുക്ക് കിട്ടുന്ന കുറച്ച് വെള്ളം ഉള്ളൂ. എല്ലാവരും ആ എല്ലാ ഘട്ടത്തിലുള്ള വെള്ളവും എടുത്ത് പ്രയോജനപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് എവിടെയാണോ നമുക്ക് ശുദ്ധജലം ആവശ്യമായി വരുന്നത്, ഏത് അളവിൽ കിട്ടുന്നു, എവിടെയാണ് അത് നമുക്ക് ശേഖരിക്കാൻ കഴിയുക, അവിടെ ശേഖരിക്കുക എന്നുള്ള. ഒരുപക്ഷെ അന്തരീക്ഷത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നീർവയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള കിണറിന്റെ സഹായത്തോടെയായിരിക്കാം. പക്ഷെ അത് എവിടെയും ഈ നമ്മൾ പറയുന്ന ജലപരിവൃത്തിയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്ന് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ശുദ്ധജലം കാണുന്നത് ഉറവിടം എന്ന് പറയുന്നത് ഭൂജലം തന്നെയാണ്, 30.1%. പിന്നെ കാണുന്നത് തടാകങ്ങളിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കാണുന്നത് മണ്ണിലെ വെള്ളമാണ്. അപ്പൊ നമ്മള് മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണും. പക്ഷെ സോയിൽ ആസ് എ റിസർവോയർ എന്നാണ് ഇംഗ്ലീഷ് പറയാം. മണ്ണിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ 16,500 ക്യൂബിക് കിലോമീറ്റർ, അത്രയും വെള്ളം അത് പിടിച്ചു വെക്കുന്നുള്ളതാണ്. അത് മോശമൊന്നുമല്ല. അരുവികളിൽ കാണുന്നതിനേക്കാളൊക്കെ കൂടുതൽ വെള്ളം അവിടെ കാണുന്നുണ്ട്, മണ്ണിൽ കാണുന്നുണ്ട്. പുഴകളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം മണ്ണ് തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും പുഴകളിലൂടെ അല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്, അതല്ലേ മണ്ണിൽ എന്ത് വെള്ളം എന്ന് നമുക്ക് തോന്നും. പക്ഷെ മണ്ണ് പിടിച്ചു വെച്ചിരിക്കുന്നതാണ് വളരെ കൂടുതൽ വെള്ളം. അതേപോലെ വേറെ കണക്ക് അതിന്റെ താഴെയുള്ള ചതുപ്പ് നിലങ്ങൾ, നമ്മൾ പറയുന്ന വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങൾ. ആ തണ്ണീർത്തടങ്ങൾ ലോകത്തുള്ള തണ്ണീർത്തടങ്ങളുടെ ലോകത്താകെയുള്ള നദികൾ കാണുന്ന വെള്ളത്തെക്കാൾ 3 ഇരട്ടി വെള്ളം കാണുന്നത് തണ്ണീർത്തടങ്ങളാണ്. അപ്പൊ തണ്ണീർത്തടങ്ങളാണ് ഒരുപക്ഷെ നമ്മൾ പറയാ ശുദ്ധജലത്തിന്റെ ഉറവിടങ്ങൾ. അല്ല ചതുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയ, ചെളിക്കുണ്ടല്ലേ, വയലല്ലേ എന്നുള്ള തരത്തിൽ തള്ളിക്കളയേണ്ട പ്രദേശങ്ങളുമല്ല. അതെല്ലാം തന്നെ ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകൾ എന്നാണ് ഈ കണക്ക്. ഇത് യുനെസ്കോ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കണക്കാണ്. ഇത് ഒരു കവിയുടെ ഭാവനയിൽ നമ്മൾ ഒന്ന് മണ്ണിലേക്ക് വെള്ളം കിനിഞ്ഞിറങ്ങണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കവിയുടെ ഭാവനയിലുള്ള ആലപ്പാട്ട് നാരായണൻ മേനോന്റെ ഒരു കവിതാശൈലമാണ്. ആഴത്തിൽ മണ്ണിനടിയിൽ കിനിഞ്ഞു, ആരണ്യമാർഗത്തിൽ ഒളിഞ്ഞലഞ്ഞും, അദൃശ്യയായി പല നാൾ കഴിഞ്ഞിട്ടാണ് ആറിങ്ങ് നമ്മൾ കമറുതേകിടുന്നു എന്നുള്ള ഒരു കവിതയാണ്. എത്രയോ കാലം അദൃശ്യയായി ഭൂമിക്കടിയിൽ കഴിഞ്ഞ് അതിന് കിനിഞ്ഞു വരുന്ന വെള്ളം നമ്മുടെ പുഴകളിലും അരുവികളിലും ഒക്കെ എത്തുന്ന സമയത്ത് അതൊരു ആറായി മാറുകയാണ്, ഒരു പുഴയായി മാറുകയാണ്. അതുവരെ അതിങ്ങനെ മെല്ലെ ഒഴുകുകയാണ്. അതാണ് അതിന്റെ കാണുന്നത്. അത് അദൃശ്യയായി കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് ആ തണുത്ത എല്ലാ ഗുണത്തിലും എല്ലാ ഗുണമേന്മയോടുകൂടി ഭൂമിക്കടിയിൽ വെള്ളമുണ്ട് കഴിയുന്നു. അതാണ് നമുക്ക് നീർവയായി കിട്ടുന്നത്, പുഴകളിലൂടെ കിട്ടുന്നത് എന്നുള്ളത്. വേനൽ വർഷം നമുക്ക് വടക്കൻ ജില്ലയിൽ വളരെ കുറവായി കിട്ടാറ് 5.5%. അത് തെക്കൻ ജില്ലകളിൽ 15% കിട്ടും. ശരാശരി 13 നമ്മൾ പറയാറുണ്ട്. അതേപോലെ തുലാവർഷം നമുക്ക് 9% ഉള്ളൂ. പക്ഷെ തെക്കൻ ജില്ലകൾ 33% ആ സമയത്ത് കിട്ടുന്നു. അതുകൊണ്ട് തെക്കൻ ജില്ലകൾ പൊതുവെ മഴ കുറവാണെങ്കിലും ജലക്ഷാമം
എന്ന് പറയുന്ന സംഗതിയില്ല. വടക്കൻ ജില്ലകൾ മഴ കൂടുതലാണ്. പക്ഷേ നേരത്തെ ചിറാപുഞ്ചിയുടെ കാര്യം പറയുന്നത് തന്നെ കാലവർഷം തെക്ക് 84% കിട്ടുമ്പോൾ നമുക്കിവിടെ 85% മഴയും ആ സമയത്താണ് കിട്ടുന്നത്. പക്ഷെ എന്ത് കാര്യമില്ല, എല്ലാം പെയ്ത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. വേറെ കണക്കൂടി വെച്ച് ഞാൻ അതിനെ വേറെ തരത്തിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അടുത്ത സ്ലൈഡിലേക്ക് വരും. അതുപോലെ മഴയുടെ സ്ഥലഭേദം തീരപ്രദേശത്ത് കിട്ടുന്നത് പോലെ അല്ല ഇടനാട്ടിൽ കിട്ടുന്നത്, ഇടനാട് പെയ്യുന്ന പോലെയല്ല മലനാട്ടിൽ കിട്ടുന്നത് ശരാശരി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ വളരെ മുമ്പ് സൈലന്റ് വാലി പ്രദേശത്ത് സ്ഥാപിച്ച മഴമാപിനിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് 9,000-ത്തിനടുത്ത് 10,000 മില്ലിമീറ്റർ കണ്ട മഴ സൈലന്റ് വാലി പ്രദേശത്ത് പെയ്യുന്നതായി അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും അത് പെയ്യുന്നുണ്ടാവണം തീർച്ചയായും. പക്ഷെ അത് അവിടെ നിന്നുള്ള ഡേറ്റ നമുക്ക് കിട്ടുന്നതിനുള്ള ഒരു പരിമിതിയാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഭവാനി എന്ന് പറഞ്ഞാല് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ്. ഭവാനിയിൽ വെള്ളം ഉണ്ടാവും, അത് പ്രയോജനപ്പെടുത്തുന്നത് തമിഴ്നാടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ, ചില പ്രശ്നങ്ങൾ നമ്മളെ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അപ്പൊ അത് വിതരണത്തിലെ സ്ഥലകാല ഭേദമനുസരിച്ചുള്ള ആ വ്യതിയാനം. ഇത് ഒരു കണക്കാണ്. ഇതില് ലോകത്ത് പല മഴ പെയ്യുന്നതിന്റെ ഒരു നോക്കിക്കഴിഞ്ഞാല് പല സ്ഥലത്തും, നമ്മള് കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലോകത്ത് തന്നെ പലയിടത്തും തീരെ മഴ നിൽക്കുന്നത്. ഒരു 14 മില്ലിമീറ്റർ മാത്രം വാർഷിക വർഷപാതം കിട്ടും. 14 മില്ലിമീറ്റർ നമ്മുടെ ചാറ്റൽ മഴയാണ് കേരളത്തിലെ. അത്രമാത്രം മഴ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ആന്റോഫാഗസ്റ്റ, ചിലി എന്ന് പറയുന്ന രാജ്യത്ത്. കേരളത്തിന് സമാനമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെയാണ്. ഒരു ഭാഗത്ത് ആന്റോഫാഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്ത് 14 മില്ലിമീറ്റർ മഴ പെയ്യുന്നത്. പക്ഷെ അവർക്ക് ചില ഗുണങ്ങളുണ്ട്. അതുപോലെ ഒമാൻ എന്ന് പറയുന്ന സ്ഥലം, ഇംഗ്ലണ്ട് ഒക്കെ വളരെ കുറവാണ്, 500 മില്ലിമീറ്റർ. ഇംഗ്ലണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 565 മില്ലിമീറ്റർ, 590 മില്ലിമീറ്റർ ഒക്കെയാണ്. 600 എടുക്കാൻ നമുക്ക് 600 മില്ലിമീറ്റർ മഴ കിട്ടും. പക്ഷെ അവിടെ എല്ലാ മാസവും മഴ കിട്ടും. 50 മില്ലിമീറ്റർ, 50 മില്ലിമീറ്റർ എല്ലാ മാസവും. അങ്ങനെ 12 മാസവും മഴ കിട്ടും എന്നുള്ളതാണ് ഇംഗ്ലണ്ടിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തേംസ് നദി എപ്പോഴും നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് UK, യുണൈറ്റഡ് കിങ്ഡം ഇത്ര വലിയ ആദ്യകാലങ്ങളിൽ ലോകം മുഴുവനും ഒരു നമ്മൾ സമ്പത്തിന്റെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു രാജ്യം എന്തുകൊണ്ട് അങ്ങനെയായി മാറി എന്നുള്ളത് ജലസമ്പത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് കണക്കുകളിലൂടെ നമുക്ക് പറയാൻ കഴിയും. അവിടെ കിട്ടുന്ന വെള്ളത്തിന്റെ എല്ലാ മാസവും കിട്ടുന്നു എന്നുള്ളതുണ്ട്. അപ്പൊ എത്ര കിട്ടുന്നു എന്നുള്ളതല്ല, എപ്പോഴൊക്കെ കിട്ടുന്നു, എങ്ങനെയാണ് അതിന്റെ വിതരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തൊരു സംഗതി, ഒരു സ്ലൈഡില് ഒരു ചിത്രം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ മഴ പെയ്യാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഹൈഡ്രോ പാനൽസിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിന്റെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ അതിന്റെ വിശദാംശങ്ങളൊന്നും അത് വികസിപ്പിച്ചെടുത്ത ഗവേഷകർ പുറത്തുവിട്ടിട്ടില്ല. താമസിയാതെ അത് ലഭ്യമാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഹൈഡ്രോ പാനൽസ് നമുക്ക് വീടിന് ആവശ്യമുള്ള വെള്ളം നമ്മുടെ മേൽക്കൂരയും തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത് ശുദ്ധീകരിച്ച് അത് വേണ്ട അതിന്റെ മിനറൽസും മറ്റു കാര്യങ്ങളൊക്കെ, ധാതുക്കളും ലവണങ്ങളും ഒക്കെ തന്നെ അതിന്റെ അളവ് കുറവാണെങ്കിൽ അത് കൂട്ടിച്ചേർത്ത് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്നുള്ള, എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാന്നുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങൾ, അല്ലാതെ പരീക്ഷണങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ആന്റോഫാഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്തൊരു ചിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിപ്രോപ്പലിന്റെ ഈ നെറ്റ് വലിച്ചു കെട്ടിയിട്ട് അന്തരീക്ഷത്തിലുള്ള കോടയെ, മിസ്റ്റ്, ഫോഗ് എന്നൊക്കെ പറയുന്ന ജലഗണങ്ങൾ, ചെറിയ ജലഗണങ്ങളാണ്, 40 മൈക്രോണിന് താഴെയുള്ള ജലഗണങ്ങൾ ഇതിൽ വന്ന് കണ്ടൻസ് ചെയ്ത് പൈപ്പിലൂടെ ഒഴുക്കി പാത്രത്തിൽ ശേഖരിച്ച് കുടിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒമാനിലെ ഗിരിജനങ്ങൾ, ഒമാൻ എന്ന് പറയുന്നത് സമ്പന്ന രാജ്യമാണ്, നമുക്കറിയാം. മസ്കറ്റും ഒക്കെ ഉള്ള വലിയ ലോകത്തിന് പ്രസിദ്ധമായിട്ടുള്ള വലിയ പട്ടണങ്ങളൊക്കെയാണ്. പക്ഷെ അവിടെ അതിന്റെ ഇതുപോലെ ഗിരിജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഇതുപോലെ ഫോഗ് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. പല രാജ്യങ്ങളും ഈ ഫോഗ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്, അന്തരീക്ഷ ശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അത് ഈ കാറ്റിന്റെ വേഗത കിലോമീറ്ററില്, അതായത് കാറ്റിന്റെ വേഗത 10 കിലോമീറ്റർ പെർ അവർ, അതിന് താഴെ ആയിരിക്കണം. അതിൽ കൂടുതൽ വേഗത ഉണ്ടെങ്കിൽ ഈ കണങ്ങള് ഈ നെറ്റിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പൊക്കളെ നിൽക്കില്ല. കാരണം വളരെ ചെറിയ ടൈനി വാട്ടർ മോളിക്യൂൾസ്, ഞാൻ പറഞ്ഞല്ലോ 40 മൈക്രോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പം അതെല്ലാം അങ്ങനെ അതെല്ലാം രക്ഷപ്പെട്ടു പോകുന്നുള്ളതുകൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. ഇത് മഴയുടെ കണക്ക് തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള നമ്മുടെ 14 ജില്ലകളില്, തിരുവനന്തപുരത്തൊക്കെ 2416 കുറവാണ് മഴ. മറ്റ് കാസർഗോഡോ കണ്ണൂർ കോഴിക്കോടോ ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മഴ കുറവാണ്. പക്ഷെ അവിടെ ജലക്ഷാമം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് കാരണം, അവർക്ക് തുലാവർഷം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ കോഴിക്കോട് നോക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. 3877 കുറെ കാലത്തെ ശരാശരി.
മഴ എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത ഗ്രാമങ്ങളുള്ള ഒരു ജില്ല കോഴിക്കോട് ജില്ലയാണ്. അത് ഓരോ വർഷവും ഇങ്ങനെ ഈ വരൾച്ച ബാധിത ഗ്രാമങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു, അല്ലെങ്കിൽ വരൾച്ച ബാധിത പ്രദേശങ്ങള്, വരൾച്ച ബാധിത പഞ്ചായത്തുകൾ കൂടിക്കൂടി വരുന്നതായിട്ട് കണക്കുകൾ കാണിക്കും. എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നിന്ന് വ്യക്തമാവും. കേരളത്തിലെ 1/2 ഹെക്ടർ കൂടുതൽ വിസ്തൃതി വരുന്ന കുളങ്ങളുടെ സർവേയില് ഏറ്റവും കുറവ് കുളങ്ങൾ കാണുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. അപ്പൊ കുളങ്ങളും മഴയും തമ്മിലുള്ള ബന്ധം, അപ്പൊ മഴ എത്ര പെയ്തു എന്ന് പറയില്ല, നിങ്ങൾ എത്ര കുളങ്ങൾ സംരക്ഷിക്കുന്നു, എത്ര കുളങ്ങൾ നിങ്ങളുടെ പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ് വരൾച്ചയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് പാലക്കാട് ജില്ല മഴ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ പിന്നെ കുളങ്ങളുള്ളത് പാലക്കാട് ജില്ലയാണ്. അത് കഴിഞ്ഞാൽ തൃശ്ശൂരാണ്. മലപ്പുറവും കുളങ്ങളുടെ കാര്യത്തിൽ മോശമല്ല, ധാരാളം കുളങ്ങൾ മലപ്പുറത്തുണ്ട് എന്നുള്ളതുകൊണ്ട് നോക്കുന്ന സമയത്ത് കോഴിക്കോടിനെ അപേക്ഷിച്ച് എത്രയോ ഭേദമാണ് ഞാൻ ഈ പറഞ്ഞ ജില്ലകളൊക്കെ എന്ന് കാണാൻ. അപ്പൊ കുളങ്ങൾ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളത് പാലക്കാടിന്റെ അനുഭവങ്ങളിലൂടെയും തൃശ്ശൂരിന്റെ അനുഭവങ്ങളിലൂടെയും നമുക്ക് പറയാൻ കഴിയും. മലപ്പുറം ജില്ലയുടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് പറയാൻ കഴിയും. പശ്ചിമഘട്ട മലനിരകൾ നമ്മൾ തണ്ണീർക്കുടങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മലനിരകളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ കുടങ്ങളെല്ലാം തന്നെ ഉടയുന്നതിന് കാരണമാകും. അതിന്റെ അർത്ഥം നമുക്ക് ജലക്ഷാമം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മുദ്രാവാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഇതിനെ ഭൂപ്രകൃതി വെച്ച് നോക്കുന്നത് 48% മലയോര മേഖലയാണ്. കടലോര മേഖല ഏതാണ്ട് 20% വരും. ബാക്കി ഇടനാടാണ്, 40% ഇടനാടാണ്. അപ്പൊ ഈ ഒരു പ്രത്യേകത തന്നെ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 48-60 മണിക്കൂർ കൊണ്ട് പശ്ചിമഘട്ട മലനിര കിട്ടുന്ന മഴ വളരെ വേഗം സഞ്ചരിച്ച് കടലിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഭൂമിയുടെ കിടപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. അത് അവിടെയാണ് നമ്മൾ ഈ ഇത്രയേറെ ജലം സംഭരിക്കാനുള്ള. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ 88% ഭൂപ്രദേശവും നമ്മളെ പാറകളാൽ, ക്രിസ്റ്റലൈൻ പാറകളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കേരളം എന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ടാവാം ഒരുപക്ഷെ നമുക്കിങ്ങനെ ജലക്ഷാമത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ ഭൂപ്രകൃതി തമിഴ്നാട് പോലെയോ അല്ലെങ്കിൽ ആന്ധ്ര പോലെയോ അല്ലെങ്കിൽ തെലങ്കാന പോലെയോ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ സമതല പ്രദേശങ്ങൾ പോലെയോ അതുപോലുള്ള സംസ്ഥാനങ്ങൾ പോലെയോ അല്ല കേരളത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ളത് കൊണ്ട് നമുക്ക് ഭൂജലം എന്ന് പറയുന്നത്, മറ്റേ ഭൂജല സമ്പത്ത് എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പരിമിതി, മഴ വളരെ കുറവാണെങ്കിലും നമുക്ക് ഭൂജല സമ്പത്ത് പൊതുവെ കുറവാണ് എന്ന് കാണാൻ കഴിയും. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഇതെല്ലാം ഒരു മുദ്രാവാക്യം തന്നെയാണ്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ വനസംരക്ഷണം ഉറപ്പാക്കിയിരിക്കണം, മലകളും കുന്നുകളും ഒക്കെ അതിന്റെ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. കാരണം ഇതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ പോർട്സ് ആണെന്നുള്ള ഒരു വിശേഷണം ഉള്ളത് കൊണ്ടാണ്. ഇനിയും വനമേഖല ഇതപ്പെടേണ്ടത്. കാരണം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് അവർ പുറത്തേക്ക് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജലസ്രോതസ്സുകൾക്ക് എന്തോ സംഭവിച്ചിട്ടാണല്ലോ, കുടിക്കാൻ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വന്യമൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വനമേഖലയുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ചെങ്കല്ലുകൾ എന്ന് പറഞ്ഞാല് മലപ്പുറം ലോകത്തെ ഏറ്റവും നല്ല ചെങ്കല്ലുകൾ കിട്ടുന്ന പ്രദേശം മലപ്പുറം ജില്ലയിലാണ്, അങ്ങാടിപ്പുറത്താണ്. അതിന്റെ ഒരു മോണുമെന്റ് അവിടെ തന്നെ ഉണ്ട്, ചെങ്കല്ലിന്റെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത്. അപ്പൊ നമ്മുടെ കിണറുകൾ, കേരളത്തിലുള്ള കിണറുകളുടെ 60% ചെങ്കൽ പ്രദേശത്താണ്. അപ്പൊ ചെങ്കല്ല് ഒന്നാന്തരം ശുദ്ധജലം പിടിച്ചു വെക്കുന്ന, കിണർ വെള്ളം പിടിച്ചു വെക്കുന്ന ഒരു അക്വിഫർ ആയതുകൊണ്ട്, ജലപ്രദം എന്ന് മലയാളത്തിൽ പറയും, ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കിണറുകളെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ചെങ്കൽ മേഖല സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമുക്ക് ജലക്ഷാമം വിളിച്ചു വരുന്നതിലേക്ക് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതാണ്. അടുത്ത സ്ലൈഡും ഏതാണ്ട് 2-3 സ്ലൈഡുകൾ അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ഒരു കിണറാണത്. ആ കിണർ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. കിണർ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അങ്ങനെ നിലനിർത്തിക്കൊണ്ട് കിണറ്റിൽ ഒരു തുള്ളി വെള്ളവും കിട്ടാൻ പോകുന്നില്ല. മഴ പെയ്യുമ്പം ശേഖരിക്കുന്ന വെള്ളം മാത്രമേ കിട്ടുള്ളൂ. കിനിഞ്ഞിറങ്ങി വരുന്ന വെള്ളം അതിലേക്ക് വരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ചെങ്കൽ കുന്നുകളൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പിന്നെ നമ്മുടെ സുസ്ഥിര ജല വികസന ലക്ഷ്യങ്ങളെയൊക്കെ തന്നെ അത് ബാധിക്കും. നമ്മുടെ കിണറുകളെ ബാധിക്കും, കൃഷിയെ ബാധിക്കും, പ്രദേശത്തിന്റെ സൂക്ഷ്മ കാലാവസ്ഥയെ ബാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ ഉള്ള കോറികൾ, പിന്നെ അതുപോലെ മണല് ഊറ്റിക്കൊണ്ടുപോകുന്നതിന്റെ പ്രശ്നങ്ങൾ. എല്ലാ നദികളും മണല് ഒരു വരുമാന മാർഗമാണ്.
മണൽ എടുക്കേണ്ടതുണ്ട്. പക്ഷെ എത്ര എടുക്കണം, എവിടെ നിന്ന് എടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പാലിക്കാതെ വരുന്നത് പുഴയുടെ ജലവിധാനം താണു പോകുന്നതിന് കാരണമാകുന്നതാണ്. പുഴയുടെ ജലവിധാനം താഴുക എന്ന് പറഞ്ഞാൽ 2-3 തരത്തിലാണ് അത് സ്വാധീനിക്കുന്നത് ഭൂജല മേഖലയെ. ചില ഭൂജല മേഖല എന്നുള്ള വെള്ളം പുഴയിലേക്ക് വരാം, പുഴയിൽ നിന്നുള്ള വെള്ളം ഭൂജല മേഖലയിലേക്കും പോകാം. അത് ആ പ്രദേശത്തിന്റെ കിടപ്പ് അനുസരിച്ചും ഒക്കെയാണ് നമ്മൾ നിർണ്ണയിക്കുക. പലപ്പോഴും പുഴകളുടെ ജലവിധാനം താഴുക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള കിണറുകളുടെ ജലവിധാനം താഴ്ന്നതിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. എവിടെയൊക്കെ ജലാശയങ്ങളുണ്ടോ, കുളങ്ങളുണ്ടോ, ചിറകളുണ്ടോ, അവിടെയൊക്കെ തന്നെ ജലവിധാനം ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ജലാശയങ്ങൾ നമ്മൾ നേരിട്ട് ഇത് കുടിക്കാനൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ജലാശയങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിണറിലേക്ക് എത്തുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും, അരിച്ചു വരുന്ന വെള്ളമായിരിക്കും. വടക്കേ ഇന്ത്യയെ പോലെ അല്ല തെക്കേ ഇന്ത്യ. തെക്കേ ഇന്ത്യ എപ്പോഴും നമുക്ക് മഴയെ ആശ്രയിച്ച് മാത്രമാണ് നമുക്ക് നമ്മുടെ ജലാവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നത്. അപ്പോൾ വരൾച്ചയെ നേരിടുന്നതിന് തെക്കേ ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള ഉപാധികളാണ് ചിറകളും കുളങ്ങളും. ധാരാളം ചിറകളും കുളങ്ങളും. അത് ഈ ചോള രാജാക്കന്മാരുടെ കാലത്ത് ചേര സാമ്രാജ്യം, ചോള, പാണ്ഡ്യ ഒക്കെ പറയുന്ന ആ രാജവംശം അവരുടെ കാലത്തൊക്കെ തന്നെ ഇത് വലിയൊരു ജന സേവന പ്രവർത്തനമായിട്ട് കണ്ടുകൊണ്ട് ധാരാളം കുളങ്ങളും ചിറകളും ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പക്ഷേ അതൊരു പ്രശ്നമല്ല. പൈപ്പിലൂടെ വെള്ളം എത്തും, അത് എവിടെന്നെങ്കിലും ഒക്കെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ്. അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. പെരുവണ്ണാമൊഴിയിലെ വെള്ളം കൊണ്ടുവന്ന് കോഴിക്കോട് മുഴുവൻ കൊടുക്കാം, അല്ലെങ്കിൽ മലമ്പുഴയിലെ വെള്ളം കൊണ്ട് പാലക്കാടും ഒരു മലപ്പുറം ഭാഗത്തൊക്കെ കൊടുക്കാം എന്നൊക്കെയുള്ള കണക്കൂട്ടൽ എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ ഇടുക്കിയിലെ വെള്ളം തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ആ കണക്കൂട്ടലൊന്നും എത്രത്തോളം ശരിയാണ് എന്ന ശരിയായിട്ടുള്ള സംഗതി. എത്രമാത്രം ആ പ്രദേശത്ത് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അവിടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഡാമുകളൊക്കെ. ആ വെള്ളം കുടിവെള്ളമാക്കി മാറ്റുന്ന സമയത്ത് ഇതുപോലുള്ള ജലസ്രോതസ്സുകളെല്ലാം നമ്മൾ നശിപ്പിച്ച് അങ്ങനെയുള്ള സംഗതിയല്ല. അതുകൊണ്ട് കുളങ്ങൾ എന്ന് പറയുന്ന നാടിന്റെ കുളിർമയാണ്. അതിന്റെ ആ പ്രദേശത്തുണ്ടാകുന്ന സൂക്ഷ്മ കാലാവസ്ഥയിൽ വരുന്ന ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ ഉണ്ടായി വരുന്നതിനും ഒക്കെ കാരണമുണ്ട്. കൃഷിയും മറ്റൊക്കെ തന്നെ വികസിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഒക്കെ അത്തരം ഒരു ആ കുളം അതിന്റെ കാച്ച്മെന്റ് ഒക്കെ തന്നെ അത് അങ്ങനെ പ്രയോജനപ്പെടുന്നതാണ്. ഈ പുഴകൾ അതുപോലെ തന്നെ കയ്യേറ്റമാണ് വേറൊരു പ്രശ്നം. പുഴകളുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു. പുഴ മലിനീകരണം മാത്രമല്ല, പുഴയുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നു, കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു ഒക്കെ ഉണ്ട്. ചില ശ്രമങ്ങൾ ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ചിത്രം. നമ്മുടെ ശോഭിത്ര മാഷിന്റെ നേതൃത്വത്തിൽ പുഴയോരം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ പല ഭാഗങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പുഴയോരം സംരക്ഷിക്കാനും പുഴകൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ. പക്ഷെ ധാരാളം മാലിന്യങ്ങൾ കൊണ്ടിടുന്നു. പുഴ എന്ന് പറയുന്നത് മാലിന്യങ്ങൾ കൊണ്ടിടാനുള്ള ആണ് എന്ന് തോന്നുന്ന നിലയിലാണ് ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നത് എന്ന് മനസ്സിലാക്കാം. വയലുകൾ ജലസംഭരണികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വയലുകൾ തൂർന്നു പോകുന്നത് ജലക്ഷാമം വരുത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പല ഭാഗത്തും ഇന്ന് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അത് നെൽകൃഷി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതേപോലെ തണ്ണീർത്തടങ്ങളും അതുപോലെ തന്നെയാണ്. തണ്ണീർത്തടങ്ങള് നമ്മൾ കണ്ടത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് വെറുതെ ചെടിക്കുണ്ടല്ലേ എന്നുള്ളത്. അത് ചെടിക്കുണ്ടൊന്നും അല്ല. അത് അവിടുത്തെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജൈവ സൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം ജീവികൾ അവിടെ ഉണ്ടാകുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ചതുപ്പുകൾ നദികളെക്കാളൊക്കെ കൂടുതൽ ശുദ്ധജലം തരുന്ന പ്രദേശങ്ങളാണ് എന്നുള്ളതാണ്. അപ്പം ചതുപ്പ് നിലങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ വരൾച്ചയെ നിയന്ത്രിക്കുന്നതിൽ, വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലൊക്കെ തന്നെയുള്ള കണ്ടൽക്കാടുകളുടെയും ചതുപ്പ് നിലങ്ങളിലൊക്കെ തന്നെ ധർമ്മം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഞാൻ ചേർത്തത്. അപ്പൊ ഇതില് വേറൊന്നും ചെയ്യാനില്ല. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ യൂസ് ബ്രെയിൻ എന്നുള്ള മുദ്രാവാക്യാണ്. യൂസ് ബ്രെയിൻ എന്നതുപോലെ തന്നെ നമ്മള് ജലം പാഴായി പോയതിനു ശേഷം നമ്മുടെ മേൽക്കൂരയിൽ വരുന്ന വെള്ളം, നമ്മുടെ പ്രദേശങ്ങളിൽ കിട്ടുന്ന വെള്ളം അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു സംഗതി. മുറ്റത്തെ വെള്ളം അത് മണ്ണിൽ ഇറങ്ങട്ടെ എന്നുള്ളതാണ്. എന്തിനെ നമ്മൾ ഒഴുക്കിക്കളയണം. അപ്പം ഇന്റർലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പെർഫറേറ്റഡ് ആയിട്ടുള്ള ഇന്റർലോക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഭൂമിക്കടിലേക്ക് കിരിഞ്ഞിറങ്ങാനുള്ള സംവിധാനം
ചെയ്യാന്നുള്ളതാണ്. റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന ഇടവഴികളും ഒക്കെ തന്നെ പാരിയോ ചാനൽസ് എന്നാണ് പറയാ. ഇത്തരത്തിലുള്ള ഇടകളൊക്കെ തന്നെ വെള്ളം മഴക്കാലത്ത് ഒഴുകിപ്പോയി കിരിഞ്ഞിറങ്ങാനൊക്കെ സൗകര്യമുള്ള സംവിധാനം നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു അവസരം നമ്മൾ ഇല്ലാതാക്കുക. ഓക്കെ, അതായത് ഈ തരത്തിലുള്ള നമുക്ക് വെള്ളം ഇറങ്ങുന്നതിനുള്ള സംവിധാനം ചെയ്യാം. ഇപ്പം വാഹനങ്ങൾ പോകണം, ബൈക്ക് പോകണം ഒക്കെയാണ് നമ്മൾ പറയുക. അപ്പം ചെങ്കല്ല് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഇടവഴികളൊക്കെ തന്നെ പാകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും. വെള്ളം കിരിഞ്ഞിറങ്ങാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ വെറുതെ വെള്ളം ഒലിച്ചു പോയി നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുക. അതുപോലെ ഉപരിതലത്തിലൂടെ ഒഴുകുന്ന വെള്ളവും അത് നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് തോന്നുന്നു റോഡിലൂടെ ഒഴുകി പോവില്ലേ, അല്ലെങ്കിൽ ചാലിലൂടെ ഒഴുകി പോവല്ലേ, ഓടകളിലൂടെ ഒഴുകി പോവല്ലേ എന്നുള്ളത്. ഓടകള് മാലിന്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഓടകളിലൂടെ വരുന്ന വെള്ളവും നമുക്ക് ശേഖരിച്ച് അരിച്ച് ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാം. അതാണ് കാണിക്കുന്നത്. ഈ എന്റെ ഒരു എക്സ്പെരിമെന്റ് ഞാൻ ചെയ്ത് നോക്കുമ്പം ഈ ഇത്തരത്തിൽ അരിച്ചെടുക്കുന്ന വെള്ളം റോഡിലൂടെ ഒഴുകുന്ന വെള്ളമാണ്. അതിന്റെ മാലിന്യങ്ങളൊക്കെ മാറ്റി അരിച്ചെടുക്കുമ്പോൾ ബാക്ടീരിയ നോക്കിക്കഴിഞ്ഞാൽ ബാക്ടീരിയ ഫ്രീ ആണ്. ഏതാണ്ട് 90% ബാക്ടീരിയ ഫ്രീ ആയിട്ട് കാണുന്നുണ്ട്. അതിനകത്ത് എന്താണ്, ഒരു ചെറിയ ക്ലോറിനേഷൻ വഴി അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റി കുടിക്കുക വഴി കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്കൊരു മഴവെള്ള സംഭരണി തന്നെയാണ് നമുക്ക് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതുപോലെ പാറമടകൾ, ചെങ്കൽ കോറികൾ, അടുത്ത ചിത്രം അതാണ്. അതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇതുപോലെ ചെങ്കൽ ഖനനം നടത്തിയ പ്രദേശങ്ങൾ നമുക്ക് അവർക്ക് തന്നെ ജലസംഭരണിയിലേക്ക് മാറ്റാം. മാലിന്യങ്ങൾ കൊണ്ടിടുന്നതിന് വേണ്ടിയിട്ടുള്ള അതല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. അതിനൊരു പദ്ധതികളും പരിപാടികളൊക്കെ തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പറമ്പുകളിലെ കൊണ്ടൂർ കൃഷി, പുരയിടൽ, ആഭരണ വിളകൾ തടമെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചിത്രങ്ങളല്ലാതെ ശരി. ഇത് ഈ പറമ്പുകളിൽ നിന്ന് ഒരു തുള്ളി വെള്ളവും പുറത്തു പോകുന്നുള്ളതാണ്. എർത്തൺ ബണ്ടുകൾ വഴി വെള്ളം അവിടെ തന്നെ കിനിഞ്ഞിറങ്ങുകയാണ്. ഒരു തുള്ളി വെള്ളവും ഒഴുകിപ്പോയി നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഒക്കെ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയാണ്. മണ്ണിനെപ്പോഴും ഈർപ്പം നിൽക്കും. കൃഷിയൊക്കെ തന്നെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇതും ആ ചിത്രം തന്നെ കാണിക്കുന്നത്. മഴക്കുഴികൾ, അനുയോജ്യമായ സ്ഥലങ്ങളിലെ മഴക്കുഴികൾ, വെള്ളം നമ്മൾ ഇന്റർസെപ്ഷൻ എന്നാ പറയുന്നത്. തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യുന്ന അപ്പൊ അത് തീർച്ചയായും ഒരു പ്രദേശത്തിന്റെ ഭൂജല ശേഖരം വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിലെ ഈർപ്പം കൂട്ടുന്നതിനും ഒക്കെ സഹായിക്കും എന്നുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ട സംഗതി കൂടിയാണ്. ഇടവേള കൃഷി ചെയ്യുന്നതിനൊക്കെ തന്നെ സഹായിക്കുന്ന സംഗതി. അതുപോലെ മണ്ണ് പുതയിട്ട് കൊടുക്കുക എന്നുള്ളത്, സ്ലൈഡ് പുതയിടൽ, കത്തിച്ചു കളയുന്നതിന് പകരം ചപ്പും ചവറും ഇതേപോലെ തെങ്ങിന് ചുവട്ടിലും പറമ്പിലൊക്കെ തന്നെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ധാരാളം ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ്. ധാരാളം അപ്പൊ മണ്ണിര എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സേവനം തരുന്ന ജീവികളാണ്. മെച്ചപ്പെട്ട ഈ ജീവികൾ നശിച്ചു പോകുന്നത് എങ്ങനെയാണ്? നമ്മള് ഇത് കത്തിക്കുന്നത് കൊണ്ടാണ്. കത്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ജീവികളെല്ലാം അതിന്റെ മുട്ടയും മറ്റും മണ്ണിൽ കാണുന്ന ധാരാളം ജീവികൾ ഇല്ലാതായി നശിച്ചു പോകുന്നുണ്ട്. മണ്ണാകുന്ന പ്രവർത്തനം നടക്കില്ല. അപ്പൊ മണ്ണിന്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയാതെ മണ്ണ് തന്നെ മരിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കരുത് എന്ന് പറയുന്നത്. അത് അവിടെ പുതയിട്ട് അവിടെ ജീർണിച്ച് മണ്ണിലേക്ക് ചേർന്നോളും. തടയണകളും അടിയണകളും അത് വഹിക്കുന്ന ധർമ്മം അതിന്റെ പഠനങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മൾ തടയണകൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ തടയണ നിർമ്മിക്കൂ, വരൾച്ചയെ നേരിടുന്നുള്ളത് നമ്മൾ ഭാരതപ്പുഴയിൽ പറഞ്ഞൊരു മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം പിന്നെ ഒരു ഭട്ടതിരിപ്പാട് സാർ ഉണ്ടായിരുന്നു, നമ്മളെ എല്ലാവർക്കും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, വാട്ടർ അതോറിറ്റിയിൽ ഉണ്ടായിരുന്ന എഞ്ചിനീയറാണ്. അദ്ദേഹം പറയും തടയണകൾ നിർമ്മിക്കൂ എന്ന് പറയുന്നത് ഒഴുകി പോകുന്ന വെള്ളത്തെ മഴക്കാലത്ത് കുത്തിയൊലിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാതെ വരുന്ന ഒഴുക്കിനെ നമുക്ക് പിടിച്ചു നിർത്തി ആ പ്രദേശങ്ങളിലെ വെള്ളം കിനിഞ്ഞിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി ഭൂജല ശേഖരം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അത് പരീക്ഷണങ്ങളിലൊക്കെ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു പരീക്ഷണം CWA നടത്തിയതിന്റെ ഗ്രാഫാണ് നിങ്ങളിപ്പം കണ്ടത്. ഈ തടയണ വഴി പ്രദേശത്തിന്റെ കിണറുകളുടെ ജലവിധാനം 265 സെന്റിമീറ്റർ കൊണ്ട് വരുന്നത്, 2 അടിക്ക് മുകളില് ജലവിധാനം നല്ല വേനലില് ഉയർന്നതായി നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. മലീമസായ പുഴകൾ, നമ്മൾ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കാൻ പറയും, പക്ഷേ ഉള്ള മാലിന്യങ്ങൾ മുഴുവനും ആ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞാൽ അതോടെ കെട്ടി നിൽക്കും. അപ്പം ഈ ഡാം കൊണ്ടാണ് ആ പ്രശ്നം എന്നല്ല, നമ്മൾ വലിച്ചെറിയുന്നതുകൊണ്ടാണ് ആ പ്രശ്നം, ഡാം ഉണ്ടാക്കിയത് കൊണ്ടല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലായിടത്തും കാണാം. ഇങ്ങനെയുള്ള
അതുപോലെ പുഴയുടെ തീരത്ത് എല്ലാ മാലിന്യങ്ങളും കൊണ്ടിടുന്നത് പുഴയുടെ തീരത്താണ്. ആരുടെയോ സ്ഥലം അവിടെ തന്നെ കൊണ്ടിടാം എന്നുള്ളത്. അപ്പൊ അത് മത്സ്യസമ്പത്തിനെ ബാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കുടിവെള്ളം വിതരണത്തിന്റെ പ്രശ്നമാണ്. നമുക്ക് കുറച്ചു വെള്ളമേ ആവശ്യമുള്ളൂ എന്ന് പറയണ്ടായി. കുടിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനുമാണ് ഒരാൾക്ക് ഒരു ദിവസം 10 ലിറ്റർ വെള്ളം എന്നുള്ളത് വേണ്ടി വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പം അത് അത്ര പോലും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യം ലോകത്ത് നിലനിൽക്കുന്നു. ദക്ഷിണാഫ്രിക്കയുടെ ഉദാഹരണവും ബാംഗ്ലൂരിലെ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ജലം ധാരാളിത്വം പാടില്ല. വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും ആണ് നമ്മളത് ആ വിഭവങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് കണക്കിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതും ഇങ്ങനെ തന്നെയാ. ഒരു ടാപ്പിലൂടെ ഇങ്ങനെ ഒരു തുള്ളി വെള്ളം പോകുന്ന കാരണം നമ്മൾ വിചാരിക്കും ഒരു തുള്ളിയല്ലേ അങ്ങനെ പോകുന്നത്, ഒരു തുള്ളിയല്ലേ നഷ്ടപ്പെടുന്നുള്ളതാണ്. പക്ഷെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആ കണക്കണ നൂല് പോലെ ആ ടാപ്പിലൂടെ ഒഴുകുന്നത് 8500 ലിറ്ററിന് മുകളിൽ വെള്ളം ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഒഴുകിപ്പോവാണ്. ഇത്രയും വെള്ളം മതി 5 അംഗങ്ങളുള്ള കുടുംബത്തിന് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 5 മാസങ്ങളിൽ കുടിക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള വെള്ളം. അത്രയും വെള്ളം ഒരു മാസം കൊണ്ട് ഇറ്റിറ്റ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പലതുള്ളി പെരുവെള്ളം നമ്മൾ പറയുന്നത്. ശ്രദ്ധയോടെ ടാപ്പ് കണക്ഷൻ, അതുപോലെ പൊതു ടാപ്പുകളിലൊക്കെ ഇത് കാണാം, സ്ട്രീറ്റുകളിലൊക്കെ ഇങ്ങനെ കാണാം വെള്ളം നഷ്ടപ്പെടുന്നത്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. കാരണം ജലം അമൂല്യമാണ്, ഇത്രമാത്രം വിലപിടിപ്പുള്ളതാണ്. പ്രത്യേകിച്ച് അത് പിന്നെ ശുദ്ധീകരിച്ച വെള്ളമാകുമ്പോൾ ജലം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവേറിയ പ്രക്രിയയാണ്. നമ്മൾ വിചാരിക്കും വാട്ടർ അതോറിറ്റി ഇങ്ങനെ തരികയല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല. അത് ആ ശുദ്ധീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത് ജലജന്യ രോഗങ്ങൾ. ലോകത്തെ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരണപ്പെടുന്നത് ജലജന്യ രോഗങ്ങളിലൂടെയാണ്. അപ്പൊ ജലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ നിലനിർത്തുന്നത് പോലെ തന്നെ ജീവൻ എടുക്കുന്നതിലും ശുദ്ധജലമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, കുടിക്കുന്നത് എങ്കിൽ ശുദ്ധജലമല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഇതാണ് ജലം സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ എന്നുള്ള നമ്മുടെ മുദ്രാവാക്യം. അതുപോലെ ജലം ജീവൻ. ആരാണ് രക്ഷിക്കുക ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ജലം തന്നെയാണ് രക്ഷിക്കുക. അപ്പൊ ജലസമാധാനത്തിന് എന്ന മുദ്രാവാക്യം വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മ വേണം, സമൂഹങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വേണം, അതുപോലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വേണം, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ വേണം. നമ്മൾ ഓരോ ഇഷ്യൂവും നമ്മൾ നോക്കാം. ചില അയൽവാസികൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഒരുപക്ഷെ വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അയൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ഇഷ്യൂ നമുക്കറിയാം. അതേപോലെ സംസ്ഥാനങ്ങൾ തമ്മിൽ ഉള്ള പ്രശ്നങ്ങള്, കോടും കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള തർക്കം, ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം, അതുപോലെ ഇങ്ങനെയുള്ള ട്രാൻസ് ബൗണ്ടറി രാജ്യങ്ങൾ തമ്മിൽ, ഈ നദികൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം. ലോകത്തെല്ലായിടത്തും ഇങ്ങനെ വലിയ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇത് ഭൂമിയെ ഒന്നിച്ചു. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമുക്ക് വെള്ളം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള, മനുഷ്യരുടെ നിത്യ ആവശ്യങ്ങൾക്കുള്ള വെള്ളം വളരെ വളരെ കുറച്ച് അളവിൽ മതി. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതൽ കൃഷിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു ആഗോള പ്രതിസന്ധി നമുക്ക് ഈ ജലത്തിന്റെ കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഇതുപോലെയുള്ള ആഗോളമായിട്ടുള്ള ഈ ദിന ആചരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ചിന്തയും ആ ചിന്തയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ പറയേണ്ടത് തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്നുള്ള മുദ്രാവാക്യമുള്ള പ്രസക്തമാണ്. നമ്മൾ പ്രദേശത്ത് ചെയ്ത് കാണിച്ചു കൊടുക്കുക, മെച്ചപ്പെടുത്തി കാണിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ ഉണ്ടാകും, ഗുണങ്ങൾ ഉണ്ടാകും, അങ്ങനെ ചെയ്തേ പറ്റൂ, ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ ദിനം അതിൽ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.